ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. ടൗൺ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ടൗൺ സെൻറ്ററിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം, കുറച്ച് ഫുഡ് അടിക്കണം, തിരിച്ചു പോരണം. അതൊക്കെ തന്നെയാണ് പ്ലാൻ. കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെന്ന് തോന്നിയാൽ അതും കൂടെ അങ്ങ് ചെയ്തേക്കണം. ഇന്ന് നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്. എന്നാലും നല്ല കൊടുങ്കാറ്റ് പോലെ കാറ്റടിഞ്ഞ് വീശുന്നുണ്ട്. നേരത്തൊക്കെ പച്ചില കിടക്കണുണ്ടായാലും അറിയാലോ. വീക്കെൻഡ് ആയതുകൊണ്ടും എല്ലാവർക്കും അവധി ആയതുകൊണ്ടും ടൗൺ സെൻറ്റർ ചെന്നപ്പോൾ നല്ലൊരു തിരക്കായിരുന്നു കേട്ടോ. ഉച്ച ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. വൈകുന്നേരം നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ടൗൺ സെൻറ്റർ കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബൂട്ട്സിലാണ് ചെന്ന് കയറിയത്. അവിടെ കയറി കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി നടന്ന് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഉച്ചയപ്പോഴേക്കും നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ടൗൺ സെൻറ്ററിൽ തന്നെയുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നടക്കുന്ന വഴിക്ക് അതിൻ്റെ പുറത്തൊരു ബോർഡ് ഇരിക്കുന്ന കണ്ടു. ഡീലുണ്ടെന്ന് പറഞ്ഞ്, ഫുഡ് ഡീലുണ്ടെന്ന് പറഞ്ഞ്. അതായത് ഒരു ബട്ടർ നാന്, കുറച്ച് റൈസ്, ഒരു ബട്ടർ ചിക്കൻ, ഇത്രയും സാധനങ്ങൾക്ക് 9.99 പൗണ്ട്സിനായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറി തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അത്രയും പൈസ ആകുന്ന അങ്ങനെ ഒരു ഡീല് കണ്ടതുകൊണ്ടെങ്കിൽ പിന്നെ ഇന്ന് ഇവിടെ കയറി തട്ടിയേക്കാന്ന് വിചാരിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വന്നോടെ വരെയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാത്തിരിപ്പ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ആ വിശപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയിലിരുന്ന ആ സാധനം കൈ കിട്ടുമ്പോഴേക്കും ഏകദേശം വിശപ്പൊക്കെ അങ്ങോട്ട് കെട്ടു തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ NHS വീണ്ടും നഴ്സസിന് പേ റൈസ് വരാൻ പോകുന്നു എന്നൊരു ന്യൂസൊക്കെ എല്ലാവരും കേൾക്കിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തവണ എബോവ് ഇൻഫ്ലേഷൻ പേ റൈസ് എന്ന് പറഞ്ഞാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഒരു 3.3% ആണ് ഇത്തവണ നമ്മുടെ ഉള്ള സാലറിയിൽ നിന്ന് ഒരു 3.3% കൂടെയാണ് കൂട്ടാനായിട്ട് അവർ പ്ലാൻ ഇട്ടേക്കണം. അതായത് ഇൻഫ്ലേഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ട് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും ഇൻഫ്ലേഷൻ കൂടുന്നു, അല്ലാണ്ട് നമ്മുടെ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു, എല്ലാ രീതിക്കും നമുക്ക് അങ്ങോട്ടുള്ള എക്സ്പെൻസ് വരുന്നു, ഇൻകം ഒരിക്കലും കൂടുന്നില്ല. അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ ഇത്തവണ ഒരു 3.3% കൂട്ടാന്നൊക്കെ പറയുന്നു. ഇത് ഈ ഒരു 3.3% കൂടിയതുകൊണ്ട് നമ്മുടെ ഓവറോൾ സാലറിയിൽ വലിയൊരു വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് തോന്നാൻ പറ്റില്ല. എങ്ങനെ പോലും നമ്മുടെ എക്സ്പെൻസിൽ വരുന്ന ആ ഒരു ഇൻക്രീസ് നമുക്ക് സാലറിയിൽ ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. എന്നാലും നമ്മളിപ്പോൾ അങ്ങോട്ട് ചോദിച്ചിട്ട് തന്നൊന്നുമല്ല, അവരായിട്ട് ഇങ്ങോട്ട് മനസ്സായിട്ട് ഇന്ന് എടുത്തു എന്ന് പറഞ്ഞ് തന്നത്. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടാണ്ട് വാങ്ങിക്കാൻ പോകണം. ഡോക്ടേഴ്സിന് ഒരു 4.4 ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരതിൽ ഹാപ്പി അല്ല, അവർ വീണ്ടും സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നത് കേട്ടു. എന്തായാലും നഴ്സസിന് 3.3 കൊടുത്തിട്ട് ഡോക്ടേഴ്സിന് 4 കൊടുത്തുള്ളൂ എന്നുള്ളൊരു അതായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മുടെ മീൽ ഡീൽ കൂടാതെ നമ്മളൊരു മാംഗോ ലസ്സിയും കൂടെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ടൗൺ സെൻറ്ററിലെ ഷോപ്പുകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക് വന്നേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഷോപ്പുകളുടെയൊക്കെ ഒരു ഔട്ട്ലെറ്റ്, ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു മോള് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ പോലെ തോന്നിക്കുന്ന എന്ന ബ്രാൻഡഡ് സാധനങ്ങളുള്ള ഒരു ഷോപ്പിംഗ് മോൾ, അതാണ് ഇത്. ആദ്യം തന്നെ നമ്മൾ വന്നിട്ടൊരു സൺഗ്ലാസിൻ്റെ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ കയറിയത്. നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് സൺഗ്ലാസസ് എല്ലാ ബ്രാൻഡഡിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ഗുച്ചി, വർസാഷി, ബ്ലൂബെറി അങ്ങനെ എന്ന് വേണ്ട എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വെച്ച് നോക്കി സന്തോഷിച്ചിട്ട് നൈക്കിലേക്ക് വന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിലുള്ള സാധനങ്ങൾ കിട്ടും. കയ്യിൽ ഒതുങ്ങാത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് വിചാരിക്കണമെങ്കിൽ ഒരു 150 പൗണ്ടിന് മുകളിലേക്കായിരുന്നു കേട്ടോ കണ്ടത്. അതായത് ഇപ്പം നാട്ടിലെ എങ്ങനെ പോലും ഒരു 16,000 രൂപയുടെ മുകളിലേക്കുള്ള സൺഗ്ലാസുകൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന കൂളിംഗ് ഗ്ലാസുകൾ. നമ്മുടെ നോർമലായിട്ടുള്ള ഷോപ്പുകൾ, അതായത് ഈ അഡിഡാസ്, പൂമ അല്ലെങ്കിൽ നൈക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴികെ ബാക്കി ഔട്ട്ലെറ്റിൽ കാണുന്ന മിക്ക ബ്രാൻഡഡ് ഷോപ്പുകളിലെ സാധനങ്ങളുടെയൊക്കെ റേറ്റൊക്കെ ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഈ തൂങ്ങിക്കിടക്കണ മാലയുടെയും മലയുടെയൊക്കെ പറഞ്ഞ പോലെ റേറ്റ് 200 പൗണ്ടിനേക്കൊക്കെ മുകളിലേക്ക്. അതായത് നാട്ടിലെ ഒരു 25,000-20,000 ഒക്കെ ഇടയ്ക്ക്. ഇവിടെ നമ്മൾ ഔട്ട്ലെറ്റിൽ കയറുമ്പോൾ അവിടെ കയറുന്ന എല്ലാ സാധനങ്ങളുടെയും റേറ്റ് അങ്ങനെ ആയിരിക്കും. എന്നാലും വെറുതെ കണ്ട് നടക്കാനൊക്കെ എനിക്കിഷ്ടം. ഇത് സാധാരണ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പം നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടി. അതും ഒരു 70% ഓഫിലായിരിക്കും. എല്ലാത്തിലും 70% ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന കാണുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടി നമ്മൾ ചെറിയൊരു ഓർണമെൻറ്റിനൊരു മോതിരത്തിൻ്റെ പീസിനോ അല്ലെങ്കിൽ ഒരു മാലയുടെ പീസിനോ 5 പൗണ്ടോളം ആയിരുന്നു കേട്ടോ. അത് നാട്ടിലിപ്പോൾ ഒരു 600 രൂപയോടെ വരും. അപ്പോൾ ഓരോന്നും നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് എന്തിനാണ് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. എന്ത് സാധനം കണ്ടാലും അത് നാട്ടിലെ ഒരു രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് 3-4 വർഷമായിട്ട് നമ്മുടെ ആ ഒരു ശീലം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതവിടെ കയറിയൊരു ഷോപ്പിൽ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് നോക്കിയത് കേട്ടോ. നല്ല ഡ്രസ്സായിരുന്നു, പക്ഷെ എനിക്ക് ചേരണ്ടായില്ല. അതുകൊണ്ട് ഡ്രസ്സ് തിരിച്ചു വെച്ചിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിക്കുന്നുണ്ട് ഈ ഒരു ജാക്കറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. സാധാരണ ഇവിടെ അധികം തണുപ്പില്ല,
എന്നാൽ ചെറിയ തണുപ്പുണ്ട്. അങ്ങനെ ഒരു സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓവർവെയർ എപ്പോഴും കരുതാറുണ്ട്. നമുക്ക് എങ്ങനെ പോയാലും നമ്മളിങ്ങനെ ഒരു വെയിലത്തായിട്ടുള്ള ടൈമിൽ ഇറങ്ങിയാലും ഇറങ്ങുന്ന സമയത്ത് വെയിലാണെങ്കിലും തിരിച്ച് കയറുമ്പോൾ ഒരു പക്ഷേ തണുപ്പാകാറുണ്ട്. അപ്പം ഞാൻ ആ ഒരു കണ്ട ജാക്കറ്റ് അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 42 പൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. നമ്മളെ ഇങ്ങോട്ട് നടന്നായിരുന്നു കേട്ടോ വന്നേ. തിരിച്ച് നമ്മൾ നടന്ന് തന്നെ കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റെപ്പ് കൗണ്ടർ എടുത്ത് നോക്കിയായിരുന്നു ഐഫോണിൻ്റെ 19,957 സ്റ്റെപ്പ്, അല്ലെങ്കിൽ 12.53 കിലോമീറ്റർ. അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്തോട്ടോ. അപ്പോൾ ബൈ.